നമശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യായം 3 കർമ്മയോഗമാണ്. കർമ്മയോഗത്തിൻ്റെ ശ്ലോകം 9 വരെയാണ് നാം ശ്രദ്ധിച്ചത്. നമുക്കിനി 10, 11 എന്നീ 2 ശ്ലോകങ്ങൾ ഇന്ന് ശ്രദ്ധിക്കാം. ശ്ലോകം 10. സകയജ്ഞപ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യദ്വമേഷ ഓ അസ്തിഷ്ഠ കാമാധുക്. ശ്ലോകം 11. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമാവാപ്സ്യഥ. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത് ഭഗവാൻ 3 തരത്തിലുള്ള മനുഷ്യരെ പറ്റി പറഞ്ഞ് നിർത്തിയ ഭാഗമാണ് നാം ശ്രദ്ധിച്ചത്. തുടർന്ന് വരുന്ന ശ്ലോകങ്ങളാണിപ്പോൾ ചൊല്ലിയത്. 9, 10 ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ യജ്ഞത്തോടൊപ്പം പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ട് ബ്രഹ്മപ്രജാപതി പറഞ്ഞു, യജ്ഞത്താൽ നിങ്ങളുടെ വൃദ്ധിയുണ്ടാവട്ടെ, ഇത് നിങ്ങൾക്ക് സകല കാമനകളും സാക്ഷാത്കരിക്കുന്നതായി തീരട്ടെ എന്നാണ്. ശ്ലോകം 11 നോക്കുമ്പോൾ ഈ യജ്ഞത്താൽ നിങ്ങൾ ദേവന്മാരെ സന്തുഷ്ടരാക്കിയാലും ആ ദേവന്മാർ നിങ്ങളെയും സന്തുഷ്ടരാക്കട്ടെ. ഇങ്ങനെ പരസ്പരം സന്തുഷ്ടരാക്കി നിങ്ങൾ പരമമായ ശ്രേയസ് നേടിയെടുക്കുക. അതായത് ഇവിടെ പ്രജാപതി എന്നതുകൊണ്ട് ഈശ്വരൻ എന്നർത്ഥം എടുക്കാം. ഈശ്വരൻ സൃഷ്ടി നടത്തിയത് യജ്ഞം ചെയ്തുകൊണ്ടാണ്. അതേ ഭാവത്തോടെ നിങ്ങളും യജ്ഞം അനുഷ്ഠിക്കുക. ഈശ്വരൻ യജ്ഞം ചെയ്തത് അതേ ഭാവത്തോടെ നിങ്ങളും യജ്ഞമനുഷ്ഠിക്കുക, അതിലൂടെ വളരുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. യജുർവേദ മന്ത്രത്തിൻ്റെ ആശയമാണ് ഈ ശ്ലോകത്തിന് ആധാരം. പുരുഷ സൂക്തത്തിൽ സൃഷ്ടിയെ വിവരിക്കുമ്പോൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. യത്പുരുഷേണ ഹവിഷാ ദേവ യജ്ഞമതന്വത വസന്തോ അസ്യാസീദ്യാജ്യം ഗ്രീഷ്മ അദിത്മാ ശരദ്ധവി. യജുർവേദത്തിൽ 31-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകമാണത്. അതിൻ്റെ അർത്ഥം പറയുമ്പോൾ വരണീയനായ പരമാത്മാവിനോട് ചേർന്ന് ജ്ഞാനികൾ മാനസ ജ്ഞാന യജ്ഞം ചെയ്തപ്പോൾ ആ യജ്ഞത്തിൽ പൂർവാഹ്ന സമയം ആജ്യവും മധ്യാഹ്നകാലം ഇന്ധനവും അർദ്ധരാത്രി ഹവിസ്സുമായി തീർന്നു എന്നാണ്. അഥർവത്തിലും പ്രജാപതി ഇതസ്യ പ്രഥമജ തപസ്സായം ഓദനം ബ്രഹ്മണേ അപജം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രജാപതിയായ ഈശ്വരൻ സൃഷ്ടിയുടെ തുടക്കത്തിൽ മരണത്തെ മറികടക്കാൻ 4 വേദങ്ങളെ തന്നു എന്നർത്ഥം. പ്രപഞ്ചത്തിൽ ഒന്നാകെ യജ്ഞം നടക്കുന്നു എന്ന് ഋഷിമാർ വിശ്വസിക്കുന്നു.
സപ്തഹോതാക്കളായ ഋഷിമാർ ഈ ശരീരത്തിലും യജ്ഞമനുഷ്ഠിക്കുന്നതായി പറയുന്നുണ്ട്. എന്നാൽ യജ്ഞമെന്ന വേദങ്ങളിലെ പ്രയോഗത്തെ മധ്യകാലത്തെ വേദപണ്ഡിതർ, ഇപ്പോഴത്തെ അല്ല, ഹോമമെന്ന രൂഢിയായ അർത്ഥത്തിൽ മാത്രം വ്യാഖ്യാനിച്ചു. രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെ കാണിക്കുന്ന പ്രതീകമായി ആത്മകഥയായിരുന്നു യജ്ഞം. അതിലുള്ള ഏറ്റവും വലിയ യജ്ഞമായിരുന്നു അശ്വമേധം. പണ്ട് രാജാക്കന്മാർ അശ്വമേധ യജ്ഞം നടത്തും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ ഏറ്റവും വലിയൊരു യജ്ഞമായിരുന്നു അശ്വമേധം. രാഷ്ട്രം വ അശ്വമേധ എന്ന് ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നുണ്ട്. അശ്വം രാഷ്ട്രത്തിൻ്റെ പ്രതീകമാണെന്നും വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ വേദമന്ത്രങ്ങൾക്ക് യജ്ഞീയമായ അർത്ഥം നൽകിയ സായണാചാര്യനും ഉവടനും മഹീധരനും അശ്ലീലപരമായ അർത്ഥത്തിൽ പോലും ഇതിനെ വ്യാഖ്യാനിച്ചു. പട്ടമഹിഷി അശ്വത്തിൻ്റെ കൂടെ സംഭോഗം ചെയ്യണമെന്നുകൂടി ഈ ദൃശ്യ വ്യാഖ്യാതാക്കൾ എഴുതി വച്ചു. ജനിക്കാത്ത അല്ലെങ്കിൽ മുളയ്ക്കാത്ത നെല്ലുകൊണ്ട് ചെയ്യുന്ന അജമേധത്തെ ആട്ടിൻ ചോരയാൽ കുതിർത്തു. അധികം എന്ന വാക്കിന് യജ്ഞം എന്നാണ് അർത്ഥമെന്നും ധരതി എന്നാൽ ഹിംസയാണെന്നും അങ്ങനെ അധ്വരം അഥവാ അഹിംസ യജ്ഞത്തിൻ്റെ പര്യായമാകുന്നുവെന്നും യാസ്കൻ നിരുക്തത്തിൽ പറഞ്ഞതാണ്. അധ്വര ഇതി യജ്ഞനാമ ധ്വരതി ഹിംസാ കർമ്മ തത് പ്രതിഷേധ. എന്നാൽ മാംസത്തോട് പ്രിയമുള്ളവർ യജ്ഞമെന്ന വിശാലമായ അർത്ഥത്തെ സങ്കുചിതമാക്കി കളഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ ഈശ്വരീയമായ യജ്ഞം നിരന്തരം നടക്കുന്നുണ്ട്. അതുതന്നെ നമ്മുടെ ശരീരത്തിലും നടക്കുന്നു. ചാന്തോഗ്യോപനിഷത്ത് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം യജ്ഞമാകുന്നു. അതിലെ ആദ്യത്തെ 24 വർഷം പ്രാതഃസമനവും 44 വർഷം വരെ മാധ്യന്തി സമനവും തുടർന്ന് 48 വർഷം സ്വയം സമനവുമാകുന്നു. ഇങ്ങനെ ആകെ മനുഷ്യായുസ് 116 ഇത്രയും കാലം മനുഷ്യൻ യജ്ഞമനുഷ്ഠിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഇതുവരെ പറഞ്ഞത് ഇനിയും ഇങ്ങനെ പോയാൽ വളരെ നീണ്ടുപോകും. ഇപ്പോൾ തന്നെ 8 മിനിറ്റോളമായി. ഇങ്ങനെ നീണ്ടുപോയാൽ നിങ്ങൾക്കും ഇത് ശ്രദ്ധിക്കാനും പഠിക്കാനും ബുദ്ധിമുട്ടുണ്ടാകും. അതിനാൽ തുടർന്നുള്ള ഭാഗങ്ങൾ കുറച്ചുകൂടി പറയാനുണ്ട്. അത് അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. ഒരു പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. നമഃശിവായ. നമസ്കാരം. ശുഭസുദിനം.